BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. റവന്യൂ വകുപ്പിലെ നിലവിലുള്ള നിയമം കാലാനുസൃത മാറ്റം വരുത്തണമെന്ന് മന്ത്രി AP അനിൽകുമാർ മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ സർക്കാരിന് കൂടുതൽ ഉത്തരവാദിത്തമാണുള്ളത്. സർക്കാരിനെ സംബന്ധിച്ച കാര്യങ്ങൾ എളുപ്പമല്ല. സാമ്പത്തിക സ്ഥിതി മോശം അവസ്ഥയിലാണ്. UDF ജനങ്ങളോട് പറഞ്ഞ ഗ്യാരണ്ടി ഉറപ്പാക്കണം. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നടപടികൾ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പിനെ സുതാര്യമാക്കുന്ന ഫയലുകൾ വേഗം തീർപ്പാക്കും. നിലവിലുള്ള നിയമനം കാലാനുസൃത മാറ്റം വരുത്തും. പട്ടയം നൽകുന്നത് വേഗത്തിലാക്കും. ഇതിനായി അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബെന്നി തോമസിന്റെ നിയമനം ബന്ധു നിയമനമായി കാണരുത്. അദ്ദേഹത്തെ കണ്ണൂർ DCC നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമിച്ചത്. ജനവികാരം മനസ്സിലാക്കിയാണ് അദ്ദേഹം രാജിവെച്ചത്. ജനങ്ങളെ വെല്ലുവിളിക്കുക അല്ല ചെയ്തത്. വയനാട് കോൺഗ്രസിന്റെ വീടുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. 100 വീടുകൾ ഘട്ടം ഘട്ടമായി ആകും നിർമ്മിക്കുക എന്നും മന്ത്രി വ്യക്തമാക്കി. ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനം അത് വളരെ പെട്ടെന്ന് നൽകുക, അത് സുതാര്യമായി നൽകുക, ഒരു കർഷകമായ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് ദശാബ്ദങ്ങളോളം വളരും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഞങ്ങൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് നമ്മുടെ പല നിയമങ്ങളും റവന്യൂവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 140-ലധികം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ പലതും ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു 5 ദശാബ്ദങ്ങളെ 6 ദശാബ്ദങ്ങളെയും പലർക്കുള്ള നിയമങ്ങളാണ്. അത്തരം നിയമങ്ങൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്ന നയങ്ങൾ ഇന്ന് മാറിയ കാലഘട്ടത്തിൽ പരിഷ്കരിക്കേണ്ടതുണ്ട്. അപ്പോൾ നിയമങ്ങൾ കാലഘട്ടത്തിനനുസൃതമായി പരിഷ്കരിക്കേണ്ട ഭാഗമായിട്ട് അത് പഠിക്കുന്നതിന് വേണ്ടി ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റ് തീരുമാനമെടുക്കാൻ കഴിയും. പക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ വയ്ക്കുകയും ആ കമ്മിറ്റിയിൽ വന്ന അതിന്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള നിയമങ്ങൾ കാലാനുസൃതമായ മാറ്റം വരും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.